വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. അങ്ങനെ ഞങ്ങളുടെ മൂന്നാറിലെ സെക്കൻഡ് ആൻഡ് ദ ഫൈനൽ ഡേ ആരംഭിച്ചു കഴിഞ്ഞു. മൂന്നാറിലെ ഇപ്പോഴത്തെ തണുപ്പ് 7°C ആണ്. സാമാന്യം നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കാഴ്ച ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേസിൽ നിന്ന് വരുന്നവർ തന്നെയാണെന്ന് തോന്നുന്നു. തമ്മിൽ സംസാരമോ അങ്ങനെ വലിയ കാര്യങ്ങളോ ഇല്ല. പക്ഷേ ഈ കാഴ്ച കാണുമ്പോൾ നല്ലൊരു യൂണിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് മൂന്നാർ ടൗൺ തന്നെയാണ്. ഇവിടെ ഒരു വലിയ ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അവിടെ കുറേ പേര് ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ വഴിത്താരകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സായുവിനെ കളിപ്പിക്കാൻ കുഞ്ഞ് കണ്ടെത്തി പുതിയ ട്രിക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മൂന്നാറിലെ ഇപ്പോഴത്തെ തണുപ്പിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണെന്ന്. ഇവരൊക്കെ തോട്ടത്തൊഴിലാളികളാണ്. ഈ ഗ്രാമത്തിലെ ആളുകൾ തന്നെയാണ് അവർ. രാവിലെ തോട്ടത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ച് തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാർ ഞങ്ങൾ കവർ ചെയ്ത എല്ലാ ഡെസ്റ്റിനേഷനിൽ നിന്നും ഞാനിത് സെപ്പറേറ്റ് ചെയ്ത് വീഡിയോ ഇടാനുള്ള റീസൺ ഇത് തന്നെയാണ്. ഇവിടുത്തെ ഒരു മനോഹാരിത എനിക്ക് വേറെ എവിടെയും ഫീൽ ചെയ്തിട്ടില്ല. വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരുപാട് റഷോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാവാം, അധികം ആളുകൾ താമസിക്കുന്ന സ്ഥലം അല്ലാത്തത് കൊണ്ടാകാം, എന്തുകൊണ്ടോ ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ഇത് ഈ കാണുന്നതൊരു സ്കൂളാണ്. ഇവിടുത്തെ ഓരോ മരങ്ങൾക്കും വേലികൾക്കും മെഡോസിനും എല്ലാം അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയത്. ലക്ഷ്മി എസ്റ്റേറ്റിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നീട് ഷോപ്പുകളൊന്നും അധികം അവൈലബിൾ അല്ല. ഫുഡൊന്നും കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാതാണ് ഇറങ്ങിയത്. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം ദൂരം ട്രാവൽ ചെയ്യാതെ തിരിച്ച് മൂന്നാർ ടൗണിലേക്ക് വന്നു.